ഉറപ്പുണ്ടറിയാൻ പറ്റും. അത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്നത് തോൽപ്പിച്ച് ഒരു പാലത്തിന്റെ ഇപ്പുറത്ത്, ആ പാലത്തിന്റെ അപ്പുറത്ത് രാജാവിന്റെ പട്ടാഞ്ചേരി, ഇങ്ങനെയായിരുന്നു അവിടുത്തെ. അപ്പൊ അതൊരു 1 കിലോമീറ്റർ വ്യത്യാസം പോലും ഇല്ല. ഇതേ ഫോർട്ട് കൊച്ചിയിലാണ് 2 ദിവസം മുമ്പ് US-ന്റെ ഇസ്രായേലിന്റെ ഒക്കെ കൂടി പതാക വലിയ ആൾക്കൂട്ടമൊക്കെ ആയിട്ട് പതാക കത്തിച്ചിട്ട് ഫേസ്ബുക്കിലിടുക, ഈ കാര്യങ്ങളൊക്കെ നടന്നാണ്. അപ്പൊ അന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ എന്താ പറയാ, ഇന്ന് ഇതിനെ എതിർക്കണം. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ കൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ മാറണത്. ആളെന്തായാലും ഒരു സ്റ്റെപ്പ് പറയുന്നത് ആള് ഒരു മട്ടാഞ്ചേരിക്കാർക്കാണ്. അതിലെനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ മറ്റേത് നേരത്തെ സെഞ്ചേട്ടൻ പറഞ്ഞതിലുള്ളൊരു മിസ്സിംഗ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 ദിവസമാണ് ആ ലേഡിക്ക്. അവര് ആത്മഹത്യാ കുറിപ്പ് എഴുതിയതിന്റെ പേരിലാണ് ഈ പറഞ്ഞ 3 സ്പീക്കർക്കാരെ പിടിച്ചേക്കണം. ഒരു ഇതിന്റെ പേരിലല്ല, സംശയത്തിന്റെ പേരിലല്ല. ഇങ്ങനെ ഒരു വിചാരണ ഉണ്ടായിട്ട് മെന്റലി ഡൗൺ ആയി പോയി എന്ന് പറഞ്ഞിട്ട് അവർ എഴുതിയ ആത്മഹത്യാ കുറിപ്പിന്റെ പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്തേക്കണം. അതുകൂടി ഇത് പറയണം. രണ്ടുപേരും എന്നിട്ട് സംസാരിക്കാൻ തന്നെ സ്റ്റെപ്പ് വരാം. വിക്കി, ദിനേശ്, വിനോദ്, ആരെങ്കിലും ആരെ സംസാരിക്കുന്നേ? വിക്കി സംസാരിക്കണ്ടോ? വിക്കിയാണ് ആദ്യം വന്നയാള്. വിക്കി സംസാരിക്കണ്ടോ? എന്തോ അടുത്ത ആള് സംസാരിക്കാം. ഞാൻ അടുത്ത ദിനേശാണ്. ദിനേശ് സംസാരിച്ചോളൂ. നമസ്കാരം. ഗുഡ് മോർണിംഗ്. എന്തായാലും ചന്ദുവിനെയും അതുപോലെ സുജിത്തിനെയും ആരുടെയും കൊണ്ടു നടക്കുന്ന CH സുപ്രഭാത കേരളം, സമസ്ത കേരളം, നമസ്തേ കേരളം. വളരെ സന്തോഷം വീണ്ടും നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞാല്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഒരു ടൈറ്റിലൊന്നും ഇടാതെ കണ്ട് തന്നെ കേരളത്തിന്റെ കാര്യങ്ങളും ഇന്ത്യക്ക് പുറത്തുള്ള നടക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ ഒരു സ്പീക്കേഴ്സ് പാനലിൽ ഇരുന്നു കൊണ്ട് തന്നെ കേൾക്കാൻ വേണ്ടി കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. വളരെ സന്തോഷം നിങ്ങളെ ആധുനികമായിട്ടും അല്ലെങ്കിൽ ഇതിന്റെ ആധികാരികതയോടു കൂടി തന്നെ കേരളത്തിലെയും മറ്റുള്ള രാജ്യങ്ങളിലെയും സംഭവ വികാസങ്ങളൊക്കെ ഇങ്ങനെയുള്ള CHകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് സംവാദങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ വയ്യ. കാരണം ഒരു കേരളീയൻ എന്ന നിലയിൽ എന്നെ അഭിമാനം കൊള്ളുകയാണ് കേരളക്കാരൊക്കെ ഇങ്ങനെ സംവാദങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം എടുത്തിട്ടുകൊണ്ട് സംസാരിക്കുന്ന ആ ഒരു രീതി കുറച്ചൊന്ന് മാറ്റിയിട്ട് എല്ലാം കൂടി ഇണങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്